നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വെറൈറ്റി റൈസാണ് തയ്യാറാക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാറ്റ് ബേണിംഗ് റെസിപ്പി എന്ന് തന്നെ പറയാം. ഇതിനകത്ത് കുറച്ച് റൈസ് ഉണ്ടെന്നേ ഉള്ളൂ, വളരെ ചെറിയ അളവിൽ റൈസ് ഉണ്ട്. പക്ഷേ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയും ഫാറ്റിനെ ബേൺ ചെയ്യുന്നത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിൻ്റെ പേര് പ്രോൺ ബീൻസ് ഫ്രൈഡ് റൈസ് എന്ന് പറയേണ്ട പുലാവ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്ത് ഈ പ്രോൺസ് തയ്യാറാക്കുമ്പോൾ നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കും, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ആ ഗ്രേവിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ അതിനകത്ത് ചേർക്കുന്ന മറ്റുള്ള ചേരുവകളും അതിന് കൂടുതലായിട്ട് അതിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇത് പ്രോൺസിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ അറിഞ്ഞുകൂടാത്ത 2-3 കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും പ്രോൺസ് ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂട്ടുമെന്നും അതുപോലെ BP കൂട്ടുമെന്നും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഡയബറ്റീസ് ഉള്ളവർ കഴിക്കരുതെന്നും ഒക്കെ പറയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മീനിനേക്കാൾ എല്ലാ അർത്ഥത്തിലും ഈ കൊഞ്ചാണ് നല്ലത്. കൊഞ്ചിനകത്ത് അടങ്ങിയിരിക്കുന്നത് വെറും 100 കലോറി, 115 കലോറിയേ ഉള്ളൂ 100 ഗ്രാമിൽ. അതേസമയം മീനിലോ നേരത്തെ ട്യൂണയ്ക്കകത്താണെങ്കിലോ കൂടുതലാണ്, അതായത് 200 ഗ്രാമിലധികമാണ് കലോറി അടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതുപോലെ പ്രോൺസിൽ കൂടുതൽ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. പിന്നെ ട്യൂണയുടെ അത്ര ഇല്ല എങ്കിലും ഉണ്ട്. പിന്നെ പ്രോട്ടീൻ മറ്റ് മത്സ്യങ്ങളെക്കാൾ കൂടുതലാണ്. അതായത് ഏകദേശം 25-30 ഗ്രാം പ്രോട്ടീനാണ് 100 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ മീനിലോ അതൊരു 20-25 ഗ്രാമിനകത്താണ്. എങ്ങനെ പോലും ഒരു 5 ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ വളരെയധികം പോഷകങ്ങളുടെ കലവറയാണ്, ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. എന്നിലേറെ പറയുന്ന ഇത്രയും നല്ലൊരു ഭക്ഷണമാണ് നമ്മളുടെ കൊഞ്ച്. പക്ഷേ കുറച്ച് വില കൂടുതലാണെന്നേ ഉള്ളൂ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിന്ന് ഈ കൊഞ്ച് തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനൊരു ഗ്രേവി ആദ്യം തയ്യാറാക്കി. ആ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ തക്കാളി ചാറാണ്. തക്കാളി ചാറിനെ മാറ്റി നിർത്താൻ പറ്റൂല. എൻ്റെ എല്ലാ റെസിപ്പികളിലും മോസ്റ്റ് ഇന്നോവേറ്റബിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി ചാറ്. തക്കാളി ചാറിനോടൊപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുറച്ച് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റി നല്ലൊരു ഗ്രേവി തയ്യാറാക്കി. ആ ഗ്രേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഗ്രേവി കുറച്ചെടുത്താണ് ഈ ഒരു കൊഞ്ചിനകത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. പുരട്ടിയിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാദ്യം നമുക്ക് വെക്കാം, അടുപ്പിലിരിക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അതപ്പോൾ പെട്ടെന്ന് അങ്ങ് കാര്യം നടക്കുമല്ലോ. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ റൈസ് ഇതിനോടൊപ്പം ഇളക്കിയെടുക്കേണ്ടത്. നമുക്ക് എണ്ണ ഒഴിക്കാം. ഇതിൻ്റെ എണ്ണ ചൂടാന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് മണം. സൂപ്പർ മണം വരും വെർജിൻ ഓയിൽ ഒഴിക്കുമ്പോഴേ. പിന്നെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇതൊന്നും ഒരുവിധം സോട്ട് ശരിയായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. വെളുത്തുള്ളി അതോടൊപ്പം ഇടാം. പിന്നെ ചുവന്നുള്ളി കുറച്ച് ചേർക്കാം.
നമുക്കിതിൽ ചേർക്കേണ്ടത് ഗ്രീൻ പീസ്. ഈ പ്രോൺസ് ഒരുവിധം മൂത്ത് വരുന്ന സമയത്ത് മറ്റുള്ള ചേരുവകൾ അങ്ങ് ചേർത്താൽ മതി. മറക്കണ്ട, കൊഞ്ചിന് കൊടുത്ത കോട്ടിങ്ങിൽ തക്കാളിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുറച്ച് പെരിഞ്ജീരകമുണ്ട്. അത്രയും അത് വെച്ചിട്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയത്. തക്കാളി അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുത്തിട്ടാണ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇത്തിരി എണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെയുള്ള ഒരു ഗ്രേവിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്തു, ചുവന്നുള്ളി ചേർത്തു, അതിനോടൊപ്പം വെളുത്തുള്ളിയും ചേർത്തു. ഇത്രയുമാണ് ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് മല്ലിയില ചേർക്കാം. ഈ പ്രത്യേക ഫ്ലേവറാവും മല്ലിയിലയുടെ. ഏതൊരു റെസിപ്പിയും പൂർണ്ണമാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇല ചേർക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. നമുക്ക് റൈസ് ഇത് ബസ്മതി റൈസാണ്. ഇതൊന്ന് നന്നായിട്ട് വേവിച്ച് കുറച്ച് ചെറുതായിട്ട് നാരങ്ങാനീരും ലേശം ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ് ബസ്മതി റൈസ്. റൈസ് കുറച്ചെടുത്താൽ മതിയോ? മറ്റുള്ള ചേരുവകളുള്ളതുകൊണ്ട് നമുക്ക് വയറ് പെട്ടെന്ന് ഫില്ലാവാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡാണ്. റൈസ് മാത്രമാണ് കുറച്ച് കൂടുതലുള്ളത്. നമുക്ക് ലേശം കുരുമുളക് പൊടി, ഉപ്പ് എല്ലാത്തിനും ചോറിനെ വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. മറ്റുള്ള അതുപോലെ ഗ്രീൻ പീസ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അരപ്പിനും ഉപ്പുണ്ട്. നമുക്ക് റെഡി ആയിട്ടുണ്ട്, പാചകം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പ്രോൺസ് പുലാവ് ടേസ്റ്റിംഗ് ടൈമാണ്. കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ? കഴിച്ചു നോക്കാം. വളരെ വ്യത്യസ്തമായ ഒരു രുചിയാണ്. ടേസ്റ്റും കളറും ഒക്കെ തന്നെ അപ്പീലിംഗ് ആണ്. കൊഞ്ച് ഇത്ര വലിയ കൊഞ്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം, ചെറിയ കൊഞ്ചായാലും മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പ്രധാനമായിട്ട് ഇതിൽ ടേസ്റ്റ് കിട്ടുന്നതിന് 2-3 വഴികളുണ്ട്. ഒന്ന്, കൊഞ്ചിനറിയാമല്ലോ, എക്സലൻറ്റ് ടേസ്റ്റാണ്. അതോടൊപ്പം തക്കാളിയില്ലേ, തക്കാളിക്കകത്ത് നാച്ചുറൽ അജിനോമോട്ടോ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പിന്നെ പോഷകങ്ങൾ, ലൈക്കോപ്പിൻ, ആൻറ്റി ഓക്സിഡൻറ്റ്, അങ്ങനെ വേറൊരു വഴി എല്ലാം ഉണ്ട്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിനകത്ത് കലവറയും. അതോടൊപ്പം
മറ്റൊന്ന് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസിലും നാച്ചുറൽ അജിനോമോട്ടോ ഉണ്ട്. ഈ നാച്ചുറൽ അജിനോമോട്ടോ എന്ന് പറയാൻ നമുക്ക് ഈ അജിനോമോട്ടോ വലിയ ടേസ്റ്റുള്ള ഒരു സാധനം. അത് കെമിക്കൽ കണ്ടൻ്റാണ് പ്രശ്നം. നാച്ചുറലായിട്ട് ഏത് ഭക്ഷണത്തിലുണ്ടെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പം സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, തക്കാളി, ഇതിന് മൂന്നിനകത്തും നാച്ചുറൽ അജിനോമോട്ടോ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത്. പിന്നെ മല്ലിയിലയുടെ നല്ല ഫ്ലേവറ്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഏറ്റവും കൂടുതൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വളരെയധികം ഇൻഗ്രീഡിയൻസ് ആണ് ക്യുർസെറ്റിൻ എന്ന പേരിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ വെളുത്തുള്ളിയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പോഷകങ്ങളുടെയും ഔഷധങ്ങളുടെയും ഒരു സങ്കലനമാണ് ഈ റെസിപ്പി. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് അറിയണം. തീർച്ചയായും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.